ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഏതെങ്കിലും സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഇരമ്യാ പ്രവചനം ആണല്ലോ. ഇരമ്യാ പ്രവചനത്തിന്റെ 36-ാം അധ്യായമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരമ്യാ പ്രവചനത്തിൽ ആകമാനം നാം പഠിച്ചു നോക്കിയാൽ ഇരമ്യാ പ്രവാചകനെ വളരെ ബാല്യത്തിൽ തന്നെ ദൈവത്തിന്റെ ആലോചന ഇസ്രായേൽ ജനത്തോട് അറിയിക്കേണ്ടതിനു വേണ്ടി ദൈവം വിളിച്ചു വേർതിരിച്ചതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇരമ്യാ പ്രവാചകൻ പിന്നോട്ട് മാറുവാനൊക്കെ ശ്രമിച്ചെങ്കിലും ദൈവാത്മാവ് ഇരമ്യാവിനെ ധൈര്യപ്പെടുത്തി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലയിലേക്ക്, പ്രവാചക ഗണത്തിലേക്ക് ഇരമ്യാവിനെ ദൈവം കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ ആകമാനം നാം പഠിച്ചാൽ ഇരമ്യാ പ്രവചനത്തിൽ നാം എങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്? സ്തോത്രം. ദൈവജനത്തിന്റെ പിന്മാറ്റത്തെ കുറിച്ചും ദൈവദാസനിൽ കൂടെ അല്ലെങ്കിൽ ഇരമ്യാവിൽ കൂടെ ദൈവജനത്തെ ദൈവസന്നിധിയിലേക്ക് മടക്കി കൊണ്ടുവരുന്നതുമായ കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷെ പലപ്പോഴും നാം ദൈവവചനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവജനത്തിന് പലപ്പോഴും മടങ്ങി വരുവാൻ മനസ്സില്ലാതെ ഏത് സാഹചര്യങ്ങളിലും സ്തോത്രം ദൈവത്തോട് അകന്നുപോയ ദൈവജനം മടങ്ങി വരണമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം. പക്ഷേ സ്തോത്രം ഇരമ്യാവിൽ കൂടെ അരുളി ചെയ്ത അരുളപ്പാടുകളെ അല്ലെങ്കിൽ പ്രവചനങ്ങളെ ഏറ്റെടുത്ത മടങ്ങി വരുവാൻ കഴിയാതെ ആയിരിക്കുന്ന ഒരു ദൈവജനത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെയും യെഹോയാക്കീം എന്ന രാജാവിന്റെ കാലത്താണ് ഇരമ്യാ പ്രവാചകനോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നത്. യെഹോയാക്കീമിനെ കുറിച്ച് അല്ലെങ്കിൽ ആ രാജ്യത്തെ കുറിച്ച് ഒക്കെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുമ്പോൾ ഇരമ്യാവ് ഇപ്രകാരമാണ് ബാരൂക്കിനെ വിളിച്ച്, അതിന്റെ 4-ാം വാക്യത്തിൽ ഇങ്ങനെയാ വായിക്കുന്നത്: അങ്ങനെ ഇരമ്യാവ് നേര്യാവിന്റെ മകനായ ബാരൂക്കിനെ വിളിച്ച് യഹോവ ഇരമ്യാവോട് അരുളി ചെയ്ത സകല വചനങ്ങളെയും തന്റെ വാമൊഴി പ്രകാരം ബാരൂക്ക് പുസ്തകത്തിൽ എഴുതിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ദൈവജനത്തെ പിന്മാറ്റത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം അരുളി ചെയ്ത അരുളപ്പാടുകളെ ആ പുസ്തക ചുരുളിൽ എഴുതിയ അരുളപ്പാടുകളെ യെഹോയാക്കീം എന്ന രാജാവ് നെരിപ്പോടിലിട്ട് കത്തിച്ചു കളഞ്ഞതായിട്ട് നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, എപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൈവജനത്തെ മടക്കി കൊണ്ടുവരുവാനാണ് ദൈവത്തിന്റെ ആഗ്രഹമെങ്കിലും പലപ്പോഴും ആ വാഗ്ദത്തങ്ങളെ അല്ലെങ്കിൽ ആ അരുളപ്പാടുകളെ അവഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിൽ നിന്ന് അകന്നു പോയ ഏതെങ്കിലും സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം നമ്മെ വിട്ടുകളയാതെ നമ്മെ പിന്തുടർന്നു കൊണ്ടിരിക്കും. കാരണം എന്തിനാ? നമ്മുടെ നിത്യത നമുക്ക് നഷ്ടമാകാതിരിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ വചനങ്ങൾ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരിക്കലും ദൈവത്തിന്റെ ആലോചനകളോ ദൈവത്തിന്റെ വചനങ്ങളോ നാം തള്ളിക്കളയാതെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നാൽ നമ്മുടെ നിത്യത നഷ്ടമാകാതെ നിത്യനരകത്തിലേക്ക് നാം പോകാതെ ദൈവസന്നിധിയിൽ നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് സാധിക്കും. ഇവിടെയും അപ്രകാരമാണ് നാം കാണുന്നത്. ഒരിക്കലും ദൈവജനത്തെ പിന്മാറ്റത്തിന്റെ അവസ്ഥയിൽ തള്ളിക്കളഞ്ഞു കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായാലും നമ്മെ മടക്കി കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന നമ്മോട് കരുണ കാണിക്കുന്ന ഒരു നിത്യനായ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് മനസ്സിലാക്കി പിന്മാറ്റത്തിന്റെ അവസ്ഥയിലായാലും ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നമുക്ക് അവസരം ലഭിക്കുമ്പോൾ അതിൽ മടി കാണിക്കാതെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിച്ച് നമ്മുടെ അകൃത്യങ്ങളെ പോക്കി നമ്മോട് ക്ഷമിച്ച് നമ്മോട് കരുണ കാണിക്കുന്ന ഒരു നിത്യനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഏതൊക്കെ കാര്യങ്ങളിലാണോ ദൈവത്തിൽ നിന്ന് നാം വീണുപോയത് ആ കാര്യങ്ങളിൽ മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ ഉറപ്പോടെ നിൽക്കാം, നിത്യതയെ പ്രാപിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനം നമ്മോട് അറിയിക്കുമ്പോൾ അത് തള്ളിക്കളയാതെ അതിനെ സ്വീകരിപ്പാൻ ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നിലനിൽക്കുവാൻ കഴിയും, നിത്യത പ്രാപിപ്പാൻ കഴിയും. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.